ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖാണെന്ന് ഞാൻ പറയില്ല. വയ്യ, ലോ ബി.പി. ഒന്നും കഴിക്കാൻ ഒരു രുചിയും തോന്നില്ല. കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ബോധം കെട്ട് വീണു. 70 ബി പി എപ്പോഴും ലോ തന്നെ, ലോയോടില്ല. അതിൻ്റെ പിറ്റേ ആഴ്ച വീണ്ടും പോയി 60 BP. ഒന്നും കഴിക്കാൻ വേണ്ടെന്നേ. അതിനിവിടെയാണ് എന്നും അടി. കഴി വല്ലതും കഴിക്കാൻ പോകുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വാരി തരുമോ? എന്റെ മോക്ക് ഞാൻ വാരി കൊടുക്കാറായി. ചെറിയ ഉരുള തന്നെ. വലിയ കൂട്ടാനൊന്നും ഇല്ല കേട്ടോ. വലിയ കൂട്ടാനൊന്നുമില്ല. മുട്ട പൊരിച്ചതുണ്ട്, ചോറുണ്ട്, രസമുണ്ട്. എല്ലാം പറഞ്ഞല്ലോ. വലിയ കൂട്ടാനൊന്നുമില്ല. ഇത്രയും പോരി. ഒരു ചമ്മന്തി ഒരു രസവും മതിയല്ല ചോറ് കഴിക്കാൻ. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. കൂട്ടിയ ചമ്മന്തി, എന്തെങ്കിലും ഒരു കറി, ഒരു മുട്ട പൊരിച്ചത് എന്റെ ഫേവറേറ്റ് ആണ്. ദിയ വന്നു സ്കൂളിൽ നിന്ന്. അവൾക്ക് അച്ഛൻ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചോണ്ട് കൊടുത്തു. അവൾക്ക് ഒരു ചിക്കൻ്റെ കാല് മതി സ്വന്തമായിട്ട് എല്ലാം വാരി കഴിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കും. അതാണ് തട്ടണുണ്ട് കാര്യമായിട്ട്. ഇല്ലമ്മ കഴിച്ചോ. വയ്യ, ഒട്ടും വയ്യ. കണ്ണ് നേരെ കാണാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോലും വയ്യ. ആയോ മുള്ളു മീനിന്റെ തന്നെ എന്തുകൂടായിരുന്നു. കാണണ്ടേ? കാണിച്ച ദിയ അങ്ങോട്ട് നോക്കിയ. അവളവിടെ ഇരുന്ന കാര്യമായിട്ട് ചിക്കൻ തട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് ഇനി ഒരു അനക്കവും കാണില്ല അത് കഴിക്കണമെന്ന്. അമ്മ വാഴ തരുമ്പോ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാ. അനിയത്തി അത് ഒരുപാട് അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അടുത്തുള്ളതുകൊണ്ട് എനിക്ക് കോളാണ്. ഇപ്പൊ അമ്മയുണ്ട്, അമ്മാമ്മയുണ്ട്. എത്ര വേണോ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. പക്ഷെ വയ്യുന്നേ ഉള്ളൂ. ഭയങ്കര BP ചായയാണ് എപ്പോഴും. എന്താണെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്കൊക്കെ ചായ കുടിക്കാറായ? ചോറ് കഴിക്കണ സമയം. ഞാനിപ്പോ ചോറ് കഴിക്കണേ ഉള്ളൂ. ചായക്ക് എന്താണ് നിങ്ങൾക്ക് അവിടെ കടി? എല്ലായിടത്തും പലതരം ആയിരിക്കും അല്ലേ? ചോറ് കഴിക്കണേ ഉള്ളൂ ഫ്രണ്ട്സ്. വേറെ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വിശേഷം? നേരത്തെ കുളിച്ചു. തല നേരെ നിൽക്കാത്തതുകൊണ്ട് പുറമെ കയറുള്ളൂ. തല ഒളിച്ചില്ല. ദിയക്കുട്ടി ഇനി ട്യൂഷനും ഉണ്ടാക്കണം. അതിനുശേഷം ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോന്ന് പിന്നെ നോക്കണം. അയ്യോ വേണ്ട, മതി. സന്തോഷം. നമ്മൾ ട്യൂഷന് ഞാൻ ദിയക്കുട്ടിയെ കൊണ്ടാക്കിയിട്ട് വരെ. ടാറ്റാ.